ഫുള്ള് അങ്ങോട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഏകദേശം പണികളൊക്കെ കണ്ട് ഒരുങ്ങി. കാരണം അലക്കലൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മെഷീനിലല്ലേ അലക്കൽ എന്നൊക്കെ. എന്നാലും നമുക്ക് കല്ലിൽ കലക്കാൻ കുറച്ചധികം ഉണ്ടാവുമല്ലോ. വെയിൽ എന്ന് വെച്ചാലും പോരാ, ഭയങ്കര വെയിൽ കേട്ടോ. പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും വെയിൽ, കണ്ണൊന്നും അങ്ങനെ നീരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കുഞ്ഞാക്കയാണ് കേട്ടോ എന്നെ കൊണ്ടാക്കി തരുന്നത്. ഇങ്ങനെ ആളില്ലാത്ത സ്ഥലത്ത് നിന്നൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും പറയാറില്ല കേട്ടോ. കുറേ ആളുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ഫോൺ പിടിച്ച് നിൽക്കുമ്പോൾ അതൊരു ബോർ തന്നെയാണല്ലോ. ഇത് കണ്ട അപ്പം ഒരു ചീത്ത പറയാൻ തുടങ്ങും കേട്ടോ. അങ്ങനെ ജിമ്മിലെത്തി പുറം ലോകമൊക്കെ അങ്ങനെ ആസ്വദിച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് വീട്ടിലെത്തി വൈകുന്നേരം ആയപ്പോഴേക്ക് സച്ചു ഫാദിയൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് കുറേ പുതിയ പുതിയ ഐറ്റംസ് മീൻ അങ്ങനെ വാങ്ങിക്കൊടുന്നതും കുറേ ചാകും കുറേ ജയിക്കും. വന്ന ഡ്രസ്സ് പോലും അഴിക്കാനും ടാഗൊന്നും ഉരുടാനൊന്നും ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. ചായ ഒന്നും കുടിച്ചിട്ടില്ല. അങ്ങനെ അവന് ഫിഷ് ടാങ്കിലേക്കാണ്. പിന്നെ ആൺകുട്ടികളെ ഒരു ആഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണല്ലോ അല്ലേ. അതിനൊന്നും ഇപ്പോൾ നമുക്ക് എതിരും നിൽക്കാൻ പറ്റും. ഞാനിനി കൂടുതൽ എണ്ണക്കടി കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് 2 വാങ്ങിച്ചിട്ട് വന്നത് കേട്ടോ. എന്നാൽ 2 ഞാൻ ഓരോ പകുതി എടുക്കും. എന്നിട്ട് നമ്മുടെ വിശപ്പൊന്നും ഒതുങ്ങൂല കേട്ടോ. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഞാൻ എനിക്ക് റോബസ്റ്റ് കുറച്ച് അധികം കൊണ്ടുവരാൻ പറയുന്നത്. ഈ ഒരു ടൈം ആയപ്പോൾ കുഞ്ഞാക്കാക്കും ഭയങ്കര വിശപ്പെടും. അപ്പോൾ എന്നോട് പറഞ്ഞു 2 നേന്ത്രപ്പഴം എടുത്തിട്ട് എനിക്കൊന്ന് പുഴുങ്ങി താന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മൂപ്പരാഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഞാൻ തന്നെ ഉള്ളൂ. അപ്പോൾ പിന്നെ അതങ്ങോട്ട് സാധിച്ചു കൊടുത്തു. കൂടെ തന്നെ നല്ലൊരു അടിപൊളി ബെസ്വെല്ലിൻ്റെ കോഫിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുട്ടിയൊക്കെയാണെങ്കിൽ ഈ പഴം പുഴുങ്ങിയതൊന്നും അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ പിന്നെ അതൊന്നും ഒരു പൊട്ടെടുത്ത് കഴിച്ചു. അങ്ങനെ സിറ്റ് ഔട്ടിലിരുന്ന് പുറം ലോകം കണ്ടിങ്ങനെ ആസ്വദിച്ചിരുന്ന് ചായ കുടിക്കുമ്പോഴാണ് നല്ല അടിപൊളി ഒരു മഴവിൽ കണ്ടത്. അത് കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആകാശം എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ. ഞാൻ കുറേ ടൈം അതന്നെ നോക്കിയിരുന്നു. മഗ്‌രിബിന്റെ ടൈമിൽ ആകാശം കാണാൻ നല്ല രസമാണല്ലേ. ഇതുപോലെ തന്നെയാണ് കടൽ കാണുമ്പോഴും കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അതിങ്ങനെ കുറേ ടൈം നോക്കിയിരിക്കും. നമുക്ക് മനസ്സിക്ക് വേറെ എന്തൊക്കെയോ ഫീലും എന്തൊക്കെയോ ഒരു ഭയങ്കര ഒരു ഫീലിങ്സ് ഒക്കെ അങ്ങനെ വരില്ലേ. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് വീടൊക്കെ നനക്കാണ്ട് ഞങ്ങൾ ഏകദേശം ഒരു മഗ്‌രിബിന്റെ ടൈമിലാണ് നനക്കാൻ പോകാറ് കേട്ടോ. അപ്പോൾ കുഞ്ഞാക്കുണ്ടെങ്കിൽ കുഞ്ഞാക്ക് തന്നെയാണ് നനക്കാറ്. കുഞ്ഞാക്കല്ലെങ്കിൽ മാത്രമേ ഞാൻ നനക്കാറുള്ളൂ. പിന്നെ ഓസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വലിച്ചിട്ട് കൊടുക്കാനൊക്കെ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇങ്ങനെ സഹായിക്കും. അത്ര തന്നെ ഞാൻ ചെയ്യാറ് കേട്ടോ. കുഞ്ഞാക്ക് അല്ലെങ്കിൽ പിന്നെ ഫുള്ളിനെ ഞാൻ എന്നെ വലിച്ച് പിടിച്ച് അങ്ങനെയൊക്കെ നനക്കാറുണ്ട് കേട്ടോ. ഇരിക്കാൻ വീട്ടിൽ കുറേ സ്ഥലങ്ങളുണ്ടെങ്കിലും ഫാദിക്കുട്ടിക്ക് ഈ ഒരു സ്ഥലമാണ് കേട്ടോ വീടിരുന്നിട്ട് വേണ്ടത്. അപ്പോൾ ഒരു ലൈക്ക് സബ്സ്ക്രൈബും മറക്കണ്ട.